എന്താ? അമ്മ, എനിക്കൊരു സിനിമ വെച്ച് തരുമോ? തരാലോ. ലാലേട്ടന്റെ സിനിമ വെച്ച് തന്നാ മതി. ലാലേട്ടന്റെ ഏത് സിനിമയാ നിനക്ക് വേണ്ടത്? അതിലാണെങ്കിൽ മഞ്ജു ചേച്ചിയുണ്ട്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷെ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. സിനിമ കാണണമെന്ന് പറഞ്ഞിട്ട് ഇവളിതെവിടെ പോയി? അത് ശരി, TV ഓൺ ചെയ്ത് വെച്ചിട്ട് നീ ഇവിടെ വന്നിരിക്കുക. വാ, ആഹാരം കഴിക്കാം. ലെറ്ററോ? ഇവളിപ്പോ ആർക്കാ ലെറ്റർ അയക്കാൻ? ഇനിയിപ്പോ വല്ല തരികടയും? നീ കഴിക്കാൻ വരുന്നില്ലേ? അമ്മ ഇത് പോസ്റ്റ് ചെയ്യോ ഇല്ലയോ അത് പറ. ആ, അവിടെ വെച്ചേക്ക്. ഞാൻ പുറത്തു പോകുമ്പോൾ പോസ്റ്റ് ചെയ്തോളാം. ആഹാ, മോൾ ഉറങ്ങിയല്ലേ? ആ, അവൾ ഉറങ്ങി. ആ, നന്ദേട്ടാ, പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞേ മോള് ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. ലെറ്ററോ? ആ, ലെറ്ററേ. അതെന്താണെന്നൊന്ന് നോക്കട്ടെ. ഫ്രം ലക്ഷ്മി എസ് നന്ദകുമാർ, മംഗലത്ത് ഹൗസ്, കൃഷ്ണപുരം, ടു നരേന്ദ്രമോദി, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. നന്ദേട്ടാ, എന്താ ഇത്? നീ അതങ്ങ് പൊട്ടിച്ചേ. പൊട്ടിക്കട്ടെ? ആ, പൊട്ടിച്ചോ. ബഹുമാനപ്പെട്ട മോദിജി, വളരെ സങ്കടത്തോടെയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. നന്ദേട്ടാ, നീ വായിക്കേ. എവിടെ നോക്കിയാലും പരസ്യം മാത്രമേ ഉള്ളൂ. പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ക്യാൻസറും മറ്റനേകം രോഗങ്ങളും പിടിപെട്ട് മരണം വരെ സംഭവിക്കുന്നു. അതുകൊണ്ട് ഇതൊന്നും ഉപയോഗിക്കരുതെന്ന് പരസ്യങ്ങളിൽ പറയുന്നു. മനുഷ്യനെ കൊല്ലുന്ന സാധനങ്ങൾ പിന്നെ എന്തിനാണ് മോദിജി വിൽക്കാൻ വെച്ചിരിക്കുന്നത്?
മനപ്പുറം ആളുകളെ കൊല്ലാൻ വേണ്ടി തന്നെയല്ലേ ഇത് വിൽക്കുന്നത്. മേടിക്കാൻ കിട്ടാതെ വരുമ്പോ ആരും ഉപയോഗിക്കില്ല. അപ്പൊ പിന്നെ മരണവും സംഭവിക്കില്ല. മോദിജി നല്ല മനുഷ്യനല്ലേ, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളല്ലേ. മോദിജി ഇതെല്ലാം നിർത്തലാക്കൂ, എന്റെ അപേക്ഷയാണ്. മോദിജിക്ക് അറിയോ, എന്റെ അച്ഛനും ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് എന്റെ അച്ഛനെ വലിയ ഇഷ്ടം. എനിക്ക് എന്റെ അച്ഛനില്ലാതായ എനിക്ക് സഹിക്കാൻ പറ്റില്ല. മോദിജി എന്റെ അപേക്ഷ കേൾക്കില്ലേ? എന്റെ അച്ഛനെ രക്ഷിക്കില്ല, എല്ലാവരും രക്ഷിക്കില്ല. നന്ദേട്ടാ, നമ്മുടെ മോള്. ഏയ് കരയാതെ. എത്ര വലിയ കാര്യങ്ങളാണ് നമ്മുടെ മോള് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതോർത്ത് നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ഏതോ ജന്മം ചെയ്തൊരു പുണ്യം നമ്മൾ ഭാഗ്യം ചെയ്ത അച്ഛനും അമ്മയുമാണ്. പൊന്നേ നീ എന്നുമെന്നരുകിൽ ഇനി എത്ര ജന്മമെടുത്തു വരും